ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൻ്റെ വീണ്ടെടുപ്പിലൂടെ ഞങ്ങളെ അവിടുത്തെ സ്വന്തം ജനമായി തീരുവാൻ ഞങ്ങളെ വിളിച്ച ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വിളിയുടെ മനോഹാരിത ദർശിക്കുവാനും അത് സാക്ഷാത്കരിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രിയരെ, പെന്തക്കോസ്തിന് പിമ്പ് 6-ാം ഞായറാഴ്ചയായ ഇന്ന് നമുക്കൊരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് തന്നിട്ടുള്ള ആധാര ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാകും. വിഷയമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ദൈവജനം, ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടം എന്നുള്ളതാണ്. ദൈവജനം എന്ന വാക്ക് എല്ലാ വിശ്വാസ സംഹിതകളിലും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വാക്കാണ്. എബ്രായ ഭാഷയിൽ ആം ഹ എലോഹിം എന്നും ഗ്രീക്ക് ഭാഷയിൽ ലാവോസ് തേത്തിയോ എന്നുള്ള പദങ്ങൾ കൊണ്ടാണ് അത് വിവക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ ജനം എന്നത് ഇസ്രായേൽ പാരമ്പര്യത്തിൽ ദൈവവുമായി ഉടമ്പടി ചെയ്ത ഒരു ജനത്തെ ആണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തീയ പാരമ്പര്യത്തിലും ആ ഉടമ്പടി ബന്ധം യേശുക്രിസ്തുവിൻ്റെ ശരീരത്താലും രക്തത്താലും അവനോട് കൂട്ടായ്മ പ്രാപിക്കുന്ന ഒരു ജനമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കും. വേദപുസ്തകത്തിൽ ദൈവജനം എന്ന വിഷയം പ്രസക്തമായി ഇരിക്കുന്നത് അതിൽ തന്നെയുള്ള വാക്യങ്ങൾ പ്രകാരം നിങ്ങളെൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ ചട്ടങ്ങളിൽ നടക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് ജനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും എന്നുള്ള ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പ്രിയമുള്ളവരെ, ദൈവജനം എന്ന നിലയിൽ നമുക്ക് നിർവഹിക്കുവാനുള്ള പങ്ക് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ പത്രോസിൻ്റെ ലേഖനത്തിലും വ്യക്തമായി സ്വന്തം ജനമെന്ന നിലയിൽ നമ്മുടെ കർത്തവ്യം എന്താകുന്നു, ദൗത്യം എന്താകുന്നു സവിസ്താരം അവിടെ അപ്പോസ്തലൻ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ദൈവജനം എന്നത് ക്രിസ്തീയ കാഴ്ചപ്പാടിൽ നാം നോക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ വിഷയത്തിലെ 2-ാം ഭാഗം പ്രസക്തമായിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടം. ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടം എന്നുള്ള ചിന്തയിൽ അടിസ്ഥാനപ്പെടുത്തി ചില സംഗതികളെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഇന്നത്തെ എൻ്റെ ഉദ്യമം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗത്താണ് നമുക്ക് നല്ല ഇടയനെക്കുറിച്ചുള്ള പരാമർശം കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠ വിളി അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനം വീണ്ടെടുക്കപ്പെടുന്നവരുടെ ഒരു കൂട്ടമായി തീരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അവർക്കൊരു പ്രത്യേക ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. അതിന് ഉതകുന്ന തരത്തിലുള്ള 3 ലഘു ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഒന്നാമതായി, സ്വന്തം ജനം ആയ ആട്ടിൻകൂട്ടം വിശുദ്ധീകരിക്കപ്പെട്ടവരാകും. വിശുദ്ധീകരണം എന്നത് ക്രൈസ്തവ ചിന്തയിലും പഴയ നിയമ ചിന്തയിലൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. കാരണം ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്നാണ് ദൈവം തൻ്റെ ജനത്തോട് അരുളി ചെയ്യുന്നത്.
നമുക്ക് മനസ്സിലാകുന്നത് പോലെ ആട്ടിൻകൂട്ടം ഒരു ഇടയൻ്റെ കൂടെ എപ്രകാരമായിരിക്കുന്നോ എന്നുള്ളതിൻ്റെ വിവരണങ്ങൾ നമുക്ക് ലഭിച്ച സുവിശേഷ വേദഭാഗത്ത് പറയുന്നുണ്ട്. ഇടയൻ ആട്ടിൻകൂട്ടത്തെ അറിയുകയും ആട്ടിൻകൂട്ടം ഇടയനെ അറിയുകയും ചെയ്യുന്നു. ഇതൊരു വ്യക്തിപരമായ അഗാധ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ബന്ധം ഒരു വേർപാടിൻ്റെതാണ്. അതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും. ഗ്രീക്ക് ഭാഷയിൽ ഹഗിയസോ എന്ന് പറയുന്ന വാക്ക് ടു സെറ്റ് എ പാർട്ട് ഫോർ സേക്രഡ് യൂസ്. അപ്പം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പഴയ നിയമ പാഠത്തിലും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തങ്ങളെ തന്നെ വെടിപ്പാക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മക്കെദോനിയയിലേക്ക് പോയ പൗലോസും സംഘവും അവിടെ ദൈവജനത്തോടെ ഒപ്പം പ്രാർത്ഥിച്ച് ഒരു വലിയ രൂപാന്തരം വരുത്തുന്ന അനുഭവവും, അതിൽ ലുദിയ എന്ന് പറയുന്ന ഒരു യവന സ്ത്രീ ആദ്യമായി ദൈവത്തിൻ്റെ വിളി കേട്ട് ഒരു വലിയ പ്രവർത്തനത്തിനായിട്ട് അവിടെ കളമൊരുക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ഈ വിശുദ്ധീകരണം ഈ അർത്ഥത്തിൽ, അതായത് വേർപാട്, ഒരു വേർപെട്ട അനുഭവമായിട്ട് ദൈവജനത്തിൻ്റെ ശുശ്രൂഷ നമുക്ക് വെളിപ്പെടുത്തുന്നു. ഈ ഒരു അനുഭവം ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടം എന്ന രീതിയിൽ നമുക്ക് ആവശ്യമായിരിക്കും. രണ്ടാമതൊരു ചിന്ത, ആട്ടിൻകൂട്ടം എന്ന് പറയുമ്പം അവിടെ ഒരു ബലഹീനത നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപയിലാണ് നാം ബലപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസിനോടും ദൈവം പറയുന്നത് എന്താണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നതാണ്. എൻ്റെ കൃപ മതി, നിനക്ക് മതി എന്നുള്ള വ്യക്തമായ സന്ദേശം നമുക്കവിടെ കാണും. ആട്ടിൻകൂട്ടത്തോട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ചെറിയ കൂട്ടമേ നിങ്ങളിനി ഭയപ്പെടരുത്, ദൈവം തൻ്റെ രാജ്യം നിങ്ങൾക്ക് തരുവാൻ മനസ്സായിരിക്കുന്നു. ചെറിയതും എളിയതുമായ അനുഭവത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമായി, ദൈവത്തിൻ്റെ വിശ്വാസ സമൂഹമായി നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നാം എളിയ അനുഭവം, എളിമയുടെ, ഏറ്റവും വിനയത്തിൻ്റെ, ഏറ്റവും ബലഹീനതയുടെ വശങ്ങളിൽ ദൈവം നമ്മെ ശക്തീകരിക്കുന്നു എന്ന വലിയ ബോധ്യത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഈ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമായി നിൽക്കുന്ന ഈ ജനം, ദൈവത്തിൻ്റെ ജനം, ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടം ഒരു വലിയ ദൗത്യ നിർവഹണത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. പത്രോസിന്റെ ലേഖനത്തിലൊക്കെ പറയുന്നത് പോലെ ജാതികൾക്ക് പ്രകാശമാകുവാൻ, അനേകർക്ക് അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആ മഹോന്നതമായ പ്രവൃത്തികളെ വിളിച്ചോതുന്ന ഘോഷകരാകുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ വലിയ ദൗത്യത്തിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടം എന്ന നിലയിൽ നല്ല ഇടയൻ്റെ ആ നല്ല ആട്ടിൻകൂട്ടമായി ദൈവം എന്താണോ നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് ആ വലിയ ദൗത്യം നിർവഹിക്കുവാൻ അനുദിനം ശക്തീകരിക്കപ്പെട്ട് കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകേണ്ടതാവും. ദൈവം അതിനായിട്ട് നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.